ഹലോ, വെൽക്കം ബാക്ക്. എവിടെ നിങ്ങളുടെ പഠനമൊക്കെ? അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലമാറ്റിക് ചാപ്റ്റർ ആണ് ഇത്, ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു അവർ ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. സോ നമുക്കറിയാം നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, സോ ഡിസ്റ്റൻസ്, സ്പീഡ്, ഓക്കെ, സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ദെൻ സ്പീഡ് ഈക്വൽ ടു ഇതാണ്, സ്പീഡ് മാത്രം ഇങ്ങനെ പൊത്തി പിടിച്ചാൽ ബാക്കി ആരൊക്കെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ദെൻ ടൈം ഈക്വൽ ടു ടൈം എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ്. എന്താ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരാളുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ പോയിന്റ് എ. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരാൾ ട്രാവൽ ചെയ്യും. ഓക്കെ ഓക്കെ, സോ അയാൾ പോകുന്ന വഴി എന്ന് പറയുന്നത്, ആദ്യം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയി സിയിൽ നിന്നാണ് എന്ത് ചെയ്തത്? ബിയിലോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് പോകുന്നത്. സോ എങ്ങനെയാ പോകുന്നത്? എയിൽ നിന്ന് സിയിലോട്ട്, സിയിൽ നിന്ന് ബിയിലോട്ട്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എ ടു സി 40 മീറ്റർ ആണ്, സി ടു ബി 20 മീറ്റർ ആണ് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇനി ഇയാൾ ആക്ച്വലി ഇയാൾ എത്ര ദൂരം പോയിട്ടുണ്ട്? ആക്ച്വലി ഇയാൾ പോയത് 40 മീറ്റർ പ്ലസ് 20 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 മീറ്റർ. ഓക്കെ, ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. എന്താ പറയാ? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ഥാനാന്തരം. എന്താണ്? സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്, അല്ലെങ്കിൽ സിമ്പൽ ആണ് എസ്. ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ അകലം നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താടാ? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അടുത്തതാണ് ഡിസ്റ്റൻസ്. അല്ലെ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ആ ഒരു പേഴ്സൺ ആക്ച്വൽ ട്രാവൽ ചെയ്ത ആ ഒരു ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഫ്രം ഫൈനൽ ടു ഇനീഷ്യൽ. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അയാൾ എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടോ അതാണ് എന്ത്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇനി ഡിസ്റ്റൻസ് ഒരിക്കലും എന്താകൂല? സീറോ ആകൂല. ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആകൂല. ഫോർ എക്സാമ്പിൾ, ഓക്കെ, സപ്പോസ് ദിസ് ഇസ് എ പോയിന്റ് എ. ഇനി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരാൾ എന്ത് ചെയ്യാണ്? ട്രാവൽ ചെയ്യാണ്. ആദ്യം അയാൾ എങ്ങോട്ട് പോയി? സിയിലോട്ട് പോയി. സിയിൽ നിന്നും അയാൾ എന്ത് ചെയ്തു? ബിയിലോട്ട് പോയി. ഓക്കെ, അപ്പൊ എ ടു ബി ഒരു 40 മീറ്ററും സി ടു ബി ഒരു 20 മീറ്റർ ആണെന്ന് വിചാരിക്കും. ഇനി
എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 60 മീറ്റർ ആണ്. സപ്പോസ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആള് ട്രാവൽ ചെയ്ത ആക്ച്വൽ ദൂരം എന്ന് പറയുന്നത് എത്രയാടാ? 40 + 20 which is equal to 60 മീറ്റർ. ഇവിടുത്തെ ഇയാളുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 60 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാടാ? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എത്രയാണ്? എ മുതൽ ബി വരെയുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് 60 മീറ്റർ. ഇനി ഇയാൾ എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു സെക്കൻഡ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയി. എന്നിട്ട് ആൾ എന്ത് ചെയ്തു? നേരെ തിരിച്ചു വന്നിട്ട് ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലോട്ട് പോയി, ബിയിൽ നിന്നും തിരിച്ച് എയിലോട്ട് വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇയാൾ ട്രാവൽ ചെയ്ത ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? എയിൽ നിന്നും ബിയിലോട്ട് 60 മീറ്റർ ട്രാവൽ ചെയ്തു. പിന്നെ ബിയിൽ നിന്നും എയിലോട്ട് വീണ്ടും ഒരു 60 മീറ്റർ. ഓക്കെ, സോ ആക്ച്വലി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 120 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാടാ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. എന്നാൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് എത്രയാടാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള സ്ഥാനവും ഇപ്പോഴുള്ള ആദ്യം അയാൾ എയിലാണ്, തിരിച്ചു വന്നപ്പോൾ ഇപ്പോഴും എവിടെ തന്നെ എയിലാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പൊ അതാ പറയുന്നത് ഡിസ്റ്റൻസ് എന്താകൂല? 0 ആകൂല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്താകാം? 0 ആകാം. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് എന്താടാ? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. രണ്ടിന്റെ യൂണിറ്റും മീറ്റർ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ഡിഫറൻസിയേഷൻ അല്ലേ, നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഡിഫറൻസിയേഷൻ ചോദിച്ചാൽ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നേരെ പോകുന്നു അടുത്ത ടോപ്പിക്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പേഴ്സൺ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ആർ എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഓക്കെ, ആൾ എന്ത് ചെയ്തിട്ടുണ്ടാ? പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ആദ്യം അയാൾ എന്ത് ചെയ്തു? ക്യൂവിലോട്ട് പോയി, ക്യൂവിൽ നിന്നും ആറിലോട്ട്. ഓക്കെ, സോ ആക്ച്വലി ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിയിൽ നിന്നും ക്യൂവിലേക്ക് ഒരു 60 മീറ്റർ പ്ലസ് ക്യൂവിൽ നിന്നും ആറിലോട്ട് ഒരു 40 മീറ്റർ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം പിയിൽ നിന്നും ആറിലേക്കുള്ള സ്ട്രൈറ്റ് ലൈൻ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 80 മീറ്റർ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് 100 മീറ്റർ, ഡിസ്പ്ലേസ്മെന്റ് 80 മീറ്റർ. ഈ രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. പിയിൽ നിന്നും ക്യൂവിലോട്ട് ഓക്കെ, പിയിൽ നിന്ന് ക്യൂവിലോട്ട് ഒരു 60 മീറ്റർ, ക്യൂ ടു ആർ 40 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇയാൾ നടക്കുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. സോ ആക്ച്വൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 100 മീറ്റർ. പിന്നെ ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനവും അവസാനമുള്ള സ്ഥാനവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇത് മുതൽ 6 വരെയുള്ള ദൂരം 60 + 40 100. ഓക്കെ, അപ്പോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സംടൈം ഈക്വൽ ആവും. എപ്പോ? നേർരേഖയിലാണ് അല്ലെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഒരേ സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താകാം? ഈക്വൽ ആകാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആക്ച്വൽ ട്രാവൽ ചെയ്ത ദൂരം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനവും ഇപ്പോൾ ഉള്ള സ്ഥാനവും തമ്മിലുള്ള ഒരു നേർരേഖ അകലാണ് എന്ത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അടുത്തതാണ് വെലോസിറ്റി. ഓക്കെ, എന്താടാ വെലോസിറ്റി എന്ന് പറഞ്ഞാല്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. വെലോസിറ്റി ഇസ് ദ റേറ്റ് ഓഫ് displacement of an object in unit time. Then the velocity is a vector quantity. Velocity എന്താടാ? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെ വെലോസിറ്റി എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ്
മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, സോ നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പണി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, സോ നമുക്ക് എന്തറിയണം? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടാവും, ടൈമും തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ആണ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? സോറി, വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വെലോസിറ്റി കാണാൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പിയിൽ നിന്ന് ക്യൂയിലോട്ട്, ക്യൂയിൽ നിന്ന് ആറിലോട്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി അല്ലെ? വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? വെലോസിറ്റി കാണാൻ ഡിസ്റ്റൻസ് അല്ല, ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഹിയർ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 72 മീറ്റർ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടൈം എത്രയാടാ? 8 സെക്കൻഡ് പ്ലസ് 10 സെക്കൻഡ്, ദാറ്റ് ഈസ് 18 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സോ വെലോസിറ്റി ഈക്വൽ ടു 72 by 18, 4 മീറ്റർ പെർ സെക്കൻഡ്. 4 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എത്രയാടാ? 4 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഈക്വൽ ടു 4 മീറ്റർ. വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്തതാണ് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാല്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, സോ ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് എപ്പോഴും നമ്മൾ എങ്ങനെയാ കാണുക? ഫൈനൽ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാന് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, ഫൈനൽ വെലോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വി, ഇനീഷ്യൽ വെലോസിറ്റി യു. ഓക്കെ, സോ ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാൻ വി മൈനസ് യു ബൈ ടൈം. ഓക്കെ, സോ ചേഞ്ച് ഇൻ വെലോസിറ്റി, സോറി, ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് വി മൈനസ് യു ബൈ acceleration equal to acceleration A equal to V minus U by T. ഓക്കെ, ഇനി ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താടാ? നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ടൈമിന്റെ യൂണിറ്റ് വീണ്ടും സെക്കൻഡ്. സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആക്സിലറേഷൻ എന്താടാ? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷനും എന്താടാ? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷൻ കാണാൻ എന്താണ്? ആക്സിലറേഷൻ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തത് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഫ്രം 4 മീറ്റർ പെർ സെക്കൻഡ് ടു 28 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. അല്ലെ, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 28 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. അതിനെടുത്ത സമയം 4 സെക്കൻഡ് ആണ് എങ്കിൽ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതാം. അല്ലെ, ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി p ഈക്വൽ ടു 28 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എത്രയാടാ? ടൈം 4 സെക്കൻഡ്. ഈ തന്ന വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുക്കുക. അപ്പൊ എ ഈക്വൽ ടു പി മൈനസ് യു ബൈ ടി. ഓക്കെ, വി എത്രയാണ്? 28 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, സോ 24 by 4 ബൈ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ വെലോസിറ്റി, സോറി, ആക്സിലറേഷൻ കാണാൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ടാവും. അത് ചേഞ്ച് കണ്ടെടുക്കുക. ഡിവൈഡഡ് ബൈ ടൈം നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ഇവിടെ ആക്സിലറേഷൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ
നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, എന്താണ് ആക്സിലറേഷൻ? നോൺ യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ എന്ന്. An object is in uniform acceleration. ഒരു ഒബ്ജക്ട് നമ്മൾ യൂണിഫോം ആക്സിലറേഷനിലാണ് എപ്പോഴാണ് നമ്മൾ പറയുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമില് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷനിലാണ്. An object is in uniform acceleration if the rate of change of velocity is equal at the equal intervals of time. Equal intervals of time അതിന്റെ റേറ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് യൂണിഫോം ആക്സിലറേഷനിലാണ്. ഇനി ഇങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വാരി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയടാ? അത് നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനി ഇത് കുറച്ച് പെഡസ്ട്രിയൽ റൂൾസ് അല്ലെ, നമ്മൾ കാൽനട യാത്രക്കാർ അല്ലെ ഫോളോ ചെയ്യേണ്ട ട്രാഫിക് റൂളുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പെഡസ്ട്രിയൻസ് ഷുഡ് വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡിന്റെ റൈറ്റ് സൈഡിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പെഡസ്ട്രിയൻസ് വാക്ക് ചെയ്യാൻ. അതേപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സീബ്ര ക്രോസിലൂടെ വേണം ക്രോസ് ചെയ്യാൻ. ഇനി റോഡ് സൈനുകളാണ് അല്ലെ, 3 തരം സൈനുകളുണ്ട്. ഏതൊക്കെയാടാ? മാൻഡേറ്ററി സൈൻസ് ഉണ്ട്, കോഷണറി സൈൻസ് ഉണ്ട്, ഇൻഫോർമേറ്ററി സൈൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ മാൻഡേറ്ററി സൈൻ പറഞ്ഞാല്? മാൻഡേറ്ററി സൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്റ്റ് ആയിട്ടും കമ്പൽസറി ആയിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട സൈനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാൻഡേറ്ററി സൈൻസ്. മാൻഡേറ്ററി സൈൻസ് ആർ വാർണിംഗ് സൈൻസ് ദാറ്റ് മസ്റ്റ് കമ്പൽസറി ബി ഫോർ. കമ്പൽസറി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സൈനുകളാണ് എന്ത്? മാൻഡേറ്ററി സൈൻ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഈ മാൻഡേറ്ററി സൈൻസുകൾ? ഒന്നാമതാണ് നോ പാർക്കിംഗ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഈ നോ പാർക്കിംഗ് കണ്ടാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? പാർക്ക് ചെയ്യാൻ പാടില്ല. നോ ബൈസിക്കിൾ, ബൈസിക്കിൾ ഇതിലൂടെ പോകാൻ പാടില്ല എന്ന് സൈന് കൊടുത്താൽ അതാണ് മാൻഡേറ്ററി സൈൻ. നോ ഹോൺ, ഹോസ്പിറ്റലിന്റെ മുന്നിൽ സ്കൂളിന്റെ മുന്നിൽ നമ്മൾ കാണുന്ന നോ ഹോൺ. ഓക്കെ, ഈ സിമ്പിൾ സൈൻസ് ഒക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സയൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഇങ്ങനെ ഫോളോ ചെയ്യേണ്ട സയൻസുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മാൻഡേറ്ററി സയൻസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കോഷണറി സയൻസ് എന്ന് പറഞ്ഞാല്? ഈ കോഷണറി സയൻസ് ദേ ഗിവ് സം വാർണിംഗ് അല്ലെ. നമ്മൾ കുറച്ച് ഈ റോഡിന്റെ കണ്ടീഷൻ അല്ലെ, ഹമ്പ് ഉണ്ട്, നേരോ ബ്രിഡ്ജ് ഉണ്ട്, അല്ലെങ്കിൽ സ്കൂൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കോഷണറി സൈനുകളാണ് ഏതൊക്കെ? ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദീസ് സൈൻസ് ആർ മെന്റ് ടു വാൺ അബൌട്ട് ദ റോഡ് കണ്ടീഷൻസ് ഇൻ ദ ജേർണി എഹെഡ് അല്ലെ. നമ്മൾ പോകുന്ന യാത്രയിൽ നമ്മുടെ റോഡിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ട് അല്ലെ, അത് നമുക്ക് വാർണിംഗ് തരുന്നതാണ് ഇത് കോഷണറി സയൻസ്. അപ്പൊ ഏതൊക്കെയാ കോഷണറി സയൻസ്? ഹമ്പ്, നാരോ ബ്രിഡ്ജ്, സ്കൂൾ എ ഹെഡ്. അടുത്തതാണ് ഇൻഫോർമേറ്ററി സയൻസ്. ഇൻഫോർമേറ്ററി സയൻസ് എന്താണ്? നമുക്കൊരു കുറച്ച് ഇൻഫോർമേഷൻ തരുകയാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇൻഫോർമേറ്ററി സയൻസുകൾ വരുന്നത്? പെട്രോൾ പമ്പ്, ഓക്കെ, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ. ഇതൊക്കെ എന്താണ്? ഇൻഫോർമേറ്ററി സൈനുകളാണ്. ഏതൊക്കെ? പെട്രോൾ പമ്പ്, പോലീസ് സ്റ്റേഷൻ, ദെൻ ഹോസ്പിറ്റൽ. ഓക്കെ ആണല്ലോ. ഇനി നേരെ നമ്മൾ പോകുന്നു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മോഷൻ നമ്മൾ ഒരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പൊ എന്താണ് ഈ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാല്? പൊസിഷൻ y ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്ത് വരക്കുന്ന ഗ്രാഫാണ് എന്ത്? പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ y ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും കൂടെ പ്ലോട്ട് ചെയ്ത് വരക്കുന്ന ഗ്രാഫാണ് എന്ത്? പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ ഓരോ സമയത്തിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറുന്നത് നമ്മൾ പ്ലോട്ട് ചെയ്ത് വരക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി. ഫ്രം എ പൊസിഷൻ ടൈം ഗ്രാഫ് വി വിൽ ഗെറ്റ് വെലോസിറ്റി. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ദാറ്റ് ബോഡി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഏതാണ്? ഒരു ഗ്രാഫാണ് ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ആദ്യത്തെ പൊസിഷനും ടൈമും തമ്മിലുള്ള ഒരു ഗ്രാഫ്. സെക്കൻഡ് വൺ ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ വെലോസിറ്റി അലോങ് y ആക്സിസ്, ടൈം അലോങ് x ആക്സിസ് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് വരക്കുന്ന ഗ്രാഫാണ് എന്ത്? നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, സോ ഓൺ എ വെലോസിറ്റി ടൈം ഗ്രാഫ്, displacement of an object with a definite time interval
ഈസ് ഈക്വൽ ടു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്തിന് ഈക്വൽ ആണ്? ഏരിയ ഓഫ് ദ പോർഷൻ അണ്ടർ ദ ഗ്രാഫ് അറ്റ് ദാറ്റ് ഇന്റർവെൽ. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്തിന് ഈക്വൽ ആയിരിക്കടാ? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് പൊസിഷൻ അലോങ് y ആക്സിസിലും ടൈം അലോങ് x ആക്സിസിലും വരക്കുന്ന ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി y ആക്സിസിലും ടൈം x ആക്സിസിലും കൂടെ പ്ലോട്ട് ചെയ്ത് വരക്കുന്നതാണ് എന്ത്? വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇനി ലാസ്റ്റ് ഭാഗത്തോട്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പൊ ഏതൊക്കെയാണ് 3 ഇക്വേഷൻസുകൾ? ആദ്യം നമുക്ക് ഈ ഇക്വേഷൻസിലെ ഓരോ ടേമുകളും ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഇക്വേഷൻസുകൾ? v ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി, സോറി, v ഈക്വൽ ടു യു പ്ലസ് എ ടി, then s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, then v സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് 3 ഇക്വേഷൻസുകൾ. v ഈക്വൽ ടു യു പ്ലസ് എ ടി, s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, then last one v സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അങ്ങനെയാണെങ്കിൽ എന്താണ് v, എന്താണ് u, എന്താണ് a എന്നൊക്കെ പറഞ്ഞാല് u എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി represented by small letter u. Final velocity v. Displacement s. Acceleration a. Time taken is t. Okay. ഓരോ ടേമുകളും എന്തിനൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? u എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം, v എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം, s എന്ന് പറഞ്ഞാൽ എന്താടാ? സ്ഥാനാന്തരം, പിന്നെ a എന്ന് പറഞ്ഞാല് ത്വരണം, എന്ന് പറഞ്ഞാല് ത്വരണം. ഓക്കെ, 3 ഇക്വേഷൻസുകൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്ന കണ്ടീഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിൽ ഏത് ഇക്വേഷൻ വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണ്? ഒന്ന് v ഈക്വൽ ടു യു പ്ലസ് എ ടി, s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, v സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് റീഡ് ചെയ്തേ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. A car starts from rest and moves with uniform acceleration. Calculate the acceleration of the car if it covers a distance of 20 meter in 200 meter in 20 seconds. Okay. ഒരു കാറ് റെസ്റ്റിലാണ്, അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. കവർ ചെയ്ത ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 200 മീറ്റർ. അതിന് വേണ്ടി എടുത്ത ടൈം 20 സെക്കൻഡ്സ്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഏതാണ്? ആക്സിലറേഷൻ കാണണം. ഓക്കെ, സോ ആക്സിലറേഷൻ കാണണമെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? a ഈക്വൽ ടു v മൈനസ് യു ബൈ ടി, ദെൻ നമുക്കറിയാം s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ദെൻ v സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, 3 ഇക്വേഷൻസ് നമ്മൾ ആദ്യം എഴുതി നോക്കാം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ a കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നാണ്. അല്ലെ, റെസ്റ്റിലാണെങ്കിൽ, റെസ്റ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0. ഇനീഷ്യൽ വെലോസിറ്റി 0. പിന്നെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാടാ? 200 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് 200 മീറ്റർ. ദെൻ ടൈം എത്രയാണ്? 20 സെക്കൻഡ്. ടൈം എത്രയാണ്? 20 സെക്കൻഡ്. ഇനി ഈ ഒരു 3ഉം നമുക്ക് തന്നിട്ടുണ്ട്, എ കണ്ടുപിടിക്കുകയും വേണം. ഇതിനു വേണ്ടി സ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇവിടെ v തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് v ഉള്ള ഈ 2 ഇക്വേഷൻസും യൂസ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ എതിർക്കണം s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തിട്ട് വേണം ഇവിടെ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, സോ നമുക്കറിയാം s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദെൻ s എത്രയാടാ? 200 ഈക്വൽ ടു u 0. സോ u ഇൻറ്റു ടി നമുക്ക് 20 എന്ന് പറഞ്ഞു. സോ ദിസ് ടേം
0 ആയി പോകും. ദെൻ പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 സ്ക്വയർ. ഓക്കെ, ഇനി 200 ഈക്വൽ ടു ഹാഫ് എ ഇൻറ്റു 220 സ്ക്വയർ 400. 2 400 ക്യാൻസൽ ചെയ്താൽ 200. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ 200 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. സോ 200/200 ഈക്വൽ ടു എ. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ എത്രയാടാ? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അതിന് സ്യൂട്ടാകുന്ന ഇക്വേഷൻ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് ഒബ്സർവ് ദ ഗ്രാഫ്. അല്ലെ, ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ നമ്മുടെ ഫസ്റ്റത്തെ ഗ്രാഫിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. സോ ദ വെലോസിറ്റി റിമെയിൻ കോൺസ്റ്റന്റ് ഇത്. ഇനി രണ്ടാമത്തെ ഗ്രാഫിൽ എങ്ങനെയാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. എങ്ങനെയാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഗ്രാഫിൽ നമ്മുടെ എന്താ ആക്സലറേഷൻ ഇങ്ങനെ കൂടി, പിന്നെ ആക്സലറേഷൻ കുറയുന്ന റിട്ടാർഡേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏതിലാണോ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം ആക്സലറേഷൻ? യൂണിഫോം ആക്സലറേഷന്റെ ഗ്രാഫ് എങ്ങനെയാണ്? ഈ രണ്ടാമത്തെ ഗ്രാഫാണ് യൂണിഫോം ആക്സലറേഷൻ. രണ്ടാമത്തെ ഗ്രാഫാണ് യൂണിഫോം ഓക്കെ. സോ ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ഗ്രാഫ് എന്താണ്? ഇൻ വിച്ച് ഗ്രാഫ് ഡസ് ദ യൂണിഫോം ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം ആക്സിലറേഷൻ? ദിസ് ഈസ് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ. രണ്ടാമത്, ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം വെലോസിറ്റി? ഏത് ഗ്രാഫിലാണ് യൂണിഫോം വെലോസിറ്റി? ഓക്കെ, സോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് ഇവിടെ അല്ലെ. സോ ഇതാണ് എന്ത്? യൂണിഫോം വെലോസിറ്റി. ഇനി in which graph does the object have acceleration and deceleration? Okay, acceleration ഇങ്ങനെ rate of change of velocity കൂടി കൂടി അടുത്ത പിന്നെ എന്താ? കുറയാണ് അല്ലെ. സോ ഗ്രാഫ് 3 ആണ് എന്ത്? ആക്സിലറേഷൻ ആൻഡ് ഡിസലറേഷൻ ഉള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഗ്രാഫ് തന്നാൽ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ അറിയാം. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. സോ ഫസ്റ്റത്തെ ഗ്രാഫിൽ യൂണിഫോം വെലോസിറ്റി, സെക്കൻഡ് ഗ്രാഫിൽ എങ്ങനെയാടാ? യൂണിഫോം ആക്സിലറേഷൻ ആണ്. തേർഡ് ഗ്രാഫിലാണ് എന്ത്? ആക്സിലറേഷനും ഡിസലറേഷനും ഉള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, എന്താണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഇനി അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. എന്നാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ എന്താ നമുക്ക് പറയാം? ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി ഒരു ടേമും കൂടി, റിട്ടാർഡേഷൻ. എന്താണ് റിട്ടാർഡേഷൻ? ഓക്കെ, എന്താണ് ഈ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാല്? നെഗറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ, നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിട്ടാർഡേഷൻ. ഓക്കെ, നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, 3 ഇക്വേഷൻസ്. ഓക്കെ, v = u + at, s = ut + half kt square, v square = u square + 2as. ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലം ചെയ്യാൻ അറിയണം. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ u0. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അല്ലെ, അറ്റ് ലാസ്റ്റ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എടുക്കണം? v0 എടുക്കണം. തുടങ്ങുന്ന സമയത്ത് റെസ്റ്റിലാണെങ്കിൽ u0, എൻഡ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റിലാണെങ്കിൽ v0. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് മനസ്സിലായി, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.